ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് 2 കിലോ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ ചെമ്മീനായിട്ട് കിട്ടിയതുകൊണ്ട് നമ്മൾ കുറച്ച് കറിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി കുറച്ച് നമ്മൾ റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റോസ്റ്റിലേക്ക് ആവശ്യമായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യമുള്ള ഉപ്പ്. ഇത് ഞാൻ എൻ്റെ ഒരു അളവിനാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം സ്പൈസി അതിനനുസരിച്ച് സ്പൈസസിൻ്റെ അളവുകളെല്ലാം കൂട്ടാം കുറയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പാൻ ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് എല്ലാം ഒന്നിട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരു 10 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ വാങ്ങി കഴിക്കുന്ന അതേപോലത്തെ ടേസ്റ്റ് ആയിരുന്നു ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ പ്രോൺസ് എല്ലാം നല്ലോണം ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോൺസ് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതേ പാനിൽ തന്നെയാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യണത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 സവാള ചെറുതായിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്ത് 2 സവാളയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സവാള നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഇങ്ങനെ ഒരു കളറിലേക്ക് മാറണം. ഇപ്പം നല്ല ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവോള ഇട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യണം. അതിന് മുമ്പ് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യണം കേട്ടോ. കറിവേപ്പില ഇതെങ്ങനെ സെൻട്രലിൽ ആ ഓയിലിൽ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. ഈ പേസ്റ്റ് ഇടുന്ന വീഡിയോ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ ഗ്രീൻ ക്യാപ്സിക്കമാണ് കേട്ടോ ആഡ് ചെയ്യണത്. ഇതിൽ ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാ കളേഴ്സും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുനുകുനാന്ന് കട്ട് ചെയ്ത് തക്കാളിയും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയ ശേഷം ഒരു 5 സെക്കൻഡ് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ച് വേവിച്ച ശേഷം ഈ മിക്സിലും നമ്മൾ മസാല പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മല്ലിയില ഇടാൻ വിട്ടുപോയി, അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ ഹൈലൈറ്റ് എന്നത് ക്യാപ്സിക്കമാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീണ്ടും ഉണ്ടാക്കി തരാൻ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ പൗഡേഴ്സ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എക്സ്ട്രാ നമ്മൾ ചില്ലി പൗഡർ അതായത് കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഇളക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവില്ലേ, ഈ പൗഡേഴ്സ് എല്ലാം. ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. ഇതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ വെച്ചാൽ നല്ല റേറ്റ് കൊടുക്കണം അല്ലേ. നമ്മളെ വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.